ഈ 2025 നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ നമുക്ക് എന്തായിത്തീരുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ യൂണിറ്റി വരാതിരുന്നാൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു അടി നമുക്ക് ഗവൺമെൻറ്റിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളതൊരു പവറായി മാറും. ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ ഒരു മനുഷ്യൻ പോലും വരത്തില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയ അടി കൊള്ളുക അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇനിയെങ്കിലും കേരളത്തിൽ അത് മനസ്സിലാക്കണം. കേരളത്തിലൊക്കെ ഒരാളെ അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ മെയിൻ സ്ട്രീം എക്യൂമെനിക്കൽ ചർച്ചസ് അത് മേടിക്കുന്നുണ്ട്. അവർക്ക് ഫണ്ട് വരേണ്ടത് കറക്റ്റായിട്ട് അവരുടെ പോക്കറ്റിൽ ഫണ്ട് പോകുന്നുണ്ട്. ഭാരതത്തിലെ ക്രൈസ്തവർ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ട് തരത്തിലുള്ള പ്രതിസന്ധികളാണ് സഭകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ സമൂഹം, പ്രൊട്ടസ്റ്റന്റ് സമൂഹം, പെന്തക്കോസ്ത് സഭകൾ. ഇവർ നേരിടുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധികളിൽ ഒന്നാമത്തേത് സുവിശേഷ വിരോധികളിൽ നിന്നുള്ള ശക്തമായ എതിർപ്പാണ്. രണ്ടാമത്തേത് ഗവൺമെൻറ് തലത്തിൽ ക്രൈസ്തവർക്ക് അർഹതപ്പെട്ട ന്യൂനപക്ഷ സംരക്ഷണത്തിനു വേണ്ടി ഗവൺമെൻറ്റുകൾ പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായങ്ങൾ, മറ്റ് പല നിലകളിലുള്ള സംവരണ ആനുകൂല്യങ്ങൾ, ഇതൊന്നും ഈ വിഭാഗത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കർണാടകയിലെ ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഒന്നിച്ചു ചേർന്ന് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം രൂപീകരിച്ചിരിക്കുന്നത്. ഡയസിസ് ഫോർ ഓൾ പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് എന്ന പേരിലുള്ള ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന 2 ലീഡേഴ്സ് എന്നോട് കൂടെയുണ്ട്. അവരെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഡോക്ടർ വിനോദ് എം ചാക്കോ, സുനിൽ വി ജേക്കബ്. അവർക്ക് കേരളത്തിലെ ക്രൈസ്തവരോട്, മലയാളി ക്രിസ്ത്യാനികളോട്, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ്, ഇവാഞ്ചലിക്കൽ, പെന്തക്കോസ്ത് സമൂഹത്തോട് പറയുവാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമുക്കുള്ള സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, എല്ലാ സഭകളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇവർ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ അവരെ തന്നെ പരിചയപ്പെടുത്തുകയും എന്താണ് അവർ കർണാടകയിൽ ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, എത്രത്തോളം ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ക്രൈസ്തവ സഭകൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന വലിയ പീഡനങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സഭകൾ ഒന്നിച്ചു നിൽക്കേണ്ടത്, ഒരു യൂണിറ്റിയിലേക്ക് വരേണ്ടത് ഒക്കെ അത്യാവശ്യമാണെന്നുള്ള ഒരു സന്ദേശമാണ് ഇവർ നമുക്ക് നൽകുന്നത്. അവർക്ക് പറയാനുള്ളത് കേൾക്കുവാനുള്ള അവസരമാണ്. നിങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കുക. എനിക്ക് എന്തെങ്കിലും ഇടയ്ക്ക് സംശയം തോന്നിയാൽ മാത്രം ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. സ്വയം പരിചയപ്പെടുത്തുകയും തുടങ്ങുകയും ചെയ്യാം. എന്താണ് നിങ്ങൾ കർണാടകയിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രേരക ശക്തി? ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് കർണാടകയിൽ മിനിസ്ട്രിയായിട്ട് ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ്. 2008 ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം നടന്ന സമയത്തായിരുന്നു. 2005 തൊട്ട് ഇപ്പോൾ ഞങ്ങൾ മൈസൂരിലുള്ള ഒരു ഗ്രാമത്തിൽ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ എന്നെ തീ വെച്ച് ഈവൻ പെട്രോൾ ഒഴിച്ചതാണ്. അങ്ങനെ കത്തിക്കത്തക്ക രീതിയിലുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ കർത്താവ് വിടുവിക്കുകയും 2008 ഭയങ്കര ഒരു പ്രശ്നങ്ങൾ കർണാടകയിൽ നടന്നപ്പം ഞങ്ങളെ ജയിലിലിടുകയും അവിടുന്ന് പിന്നെ ഞങ്ങൾ പല ഭയങ്കര ടഫ് സിറ്റുവേഷനിൽ കൂടെ പോയി ഡൽഹിയിൽ നിന്നുള്ള ഹ്യൂമൻ റൈറ്റ്സിൽ നിന്നൊരു ലെറ്ററൊക്കെ വന്നപ്പോഴത്തേക്കിനാണ് പിന്നെ ഞങ്ങളെ വിടാനുമൊക്കെ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റുകൾ ചേഞ്ചായി വന്നാലും നമ്മുടെ ഈ പറഞ്ഞ പെൻറ്റക്കോസ്റ്റൽ ചർച്ച് അന്ന് മൈസൂരിൻ്റെ പെൻറ്റക്കോസ്റ്റൽ യൂണിറ്റ് ഒരു ഐക്യമുന്നണി ഉണ്ട്. ഇപ്പം എല്ലാ പാസ്റ്റേഴ്സും കൂടെ ഞങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കാരണമാണ് അവിടുത്തെ SC/ST എൻ്റെ കുറേ ഗ്രൂപ്പ്സിൽ ഞാൻ ഇൻവോൾവ് ആയതുകൊണ്ട് അവർ വന്നിട്ടാണ് നമ്മളെ രാത്രി 10 വരെ 11 മണിയാകുമ്പോഴത്തേന് ഇറക്കുന്നത്. അപ്പോൾ പാസ്റ്റേഴ്സ് ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറം നിന്നുകൊണ്ട് വിളിക്കുകയാണ്, ഞങ്ങളെ പിടിച്ച് അകത്തിടും, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പേടിയാണ്. ഇത് എന്തുകൊണ്ടാണ് പേടി വരുന്നത്? ഒന്ന്, നമുക്ക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. പോലീസ് സ്റ്റേഷൻ നമ്മളെ പിടിച്ചു തിന്നത്തൊന്നും ഇല്ല. അവിടെ പോയാൽ നമുക്ക് റൈറ്റ്സ് ഉണ്ട്, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ റൈറ്റ്സ് ഉണ്ടെന്നുള്ളത് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പേടി വരുന്നത്. നമ്മൾ ഇതാകുന്നത്. അങ്ങനെ ഞങ്ങൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു ഫോം ഞങ്ങൾ ഫോം ചെയ്തു.
ഇടീ കർണാടകയിൽ പല ചർച്ചുകളിൽ ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അവകാശങ്ങളും നമ്മുടെ ചർച്ചിൻ്റെ അവകാശങ്ങളും നിയമത്തിൻ്റെ സാധ്യതകളും എല്ലാം നമ്മൾ അവയർനെസ്സിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ കൊണ്ടുവന്നാലും ഈ ഒരു യൂണിറ്റിയിലേക്ക് വരാതെ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതൊരു നമുക്ക് മനസ്സിലായി. കാരണം കർണാടകയിലല്ല, ഇന്ത്യയിൽ എവിടെ പോയാലും ചർച്ച എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് അറിയാവുന്നത് ഓൾറെഡി കാത്തലിക്കാണ്. ഓക്കെ, അവർക്ക് ചർച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഇപ്പോൾ ഞങ്ങൾ ചർച്ചിന് എത്രയോ കോടി കൊടുക്കുന്നുണ്ടല്ലോ, അവർ പറയുന്നതാണ്. ഗവൺമെന്റ് ചർച്ചിന് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നു. കാരണം 200 crores BJP ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോൾ ഫസ്റ്റ് ടൈം യെഡിയൂരപ്പ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രം മാറ്റി വെച്ചത്. അതെല്ലാം കത്തോലിക്കര്, അവരെ സംബന്ധിച്ചിടത്തോളം കാത്തലിക്സേ ഉള്ളൂ ക്രിസ്ത്യൻ. നമ്മൾ പോയാലും ഓക്കെ ഞാൻ ന്യൂ ഇന്ത്യയിലെ ഒരു പാസ്റ്ററാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് പാസ്റ്റർ, എന്ത് ചർച്ച് എന്ന് പറഞ്ഞ് അപ്പോഴേ തള്ളിവിടും. ഓക്കെ, അപ്പം ഇതിൻ്റെ പുറകിലത്തെ നമ്മൾ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കിന് നമുക്കൊരു യൂണിറ്റി ഇല്ലാത്തതാണ്, നമുക്കൊരു എന്താ പറയുക ഒരു ഹെഡ് ഓഫീസ് ഇല്ലാത്തതുകൊണ്ടാണ്, നമുക്കൊരു ലീഡർ ഇല്ലാത്തതുകൊണ്ട്, നമുക്കൊരു ബിഷപ്പ് ഹൗസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഇത് ഞങ്ങൾക്ക് വെളിപ്പെട്ട് വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ പിന്നെ കർണാടകയിൽ ഇതൊരു ഐക്യമായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ വി വിൽ തിങ്ക് അബൌട്ട് ദറ്റ്, വർക്ക് ഓൺ ദറ്റ് എന്നും പറഞ്ഞ് ഞങ്ങളൊരു DAPC എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ഹോൾ ഇന്ത്യയിൽ പാൻ ഇന്ത്യ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യുകയും ഞങ്ങൾ കർണാടകയിൽ ഓരോ ഡിസ്ട്രിക്റ്റിൽ ഓരോ ലീഡേഴ്സ്, കർണാടകയ്ക്ക് ടോട്ടൽ ഹെഡായിട്ടും ഓരോ ഡിസ്ട്രിക്ട്സിൽ ഓരോ ലീഡേഴ്സും ഓരോ താലൂക്കിന് ഓരോ ലീഡേഴ്സും കൂടെ നമ്മൾ ഓർഡൈൻ ചെയ്തു. ടോട്ടൽ 230 താലൂക്കും 31 ഡിസ്ട്രിക്റ്റിലും ടോട്ടൽ 270 പേരെ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ. നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഈ റവന്യൂ അടിസ്ഥാനത്തിൽ തന്നെ, അതായത് ഡിസ്ട്രിക്ട് താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ ഒരു അധികാരി അല്ലെങ്കിൽ അതിനൊരു ചുമതല വഹിക്കുന്ന ഒരു ലീഡറുണ്ട്. അങ്ങനെ നിങ്ങൾ അത് ചെയ്തു. അതായത് ഒരു സഭ മാത്രമല്ല, എല്ലാ സഭകളിലും അല്ലേ? അങ്ങനല്ലേ സംഭവിച്ചിരിക്കുന്നത്? ഗവൺമെന്റിന് വേണ്ടിയത് സെൻസസാ, ഗവൺമെന്റിന് വേണ്ടിയത് നിങ്ങൾ എത്ര പേരുണ്ട് എന്നാണ് ഗവൺമെന്റിന്റെ വിഷയം വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര പേരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പം ഗവൺമെന്റിന് കാണിക്കാൻ പറ്റിയതായിട്ടുള്ള 230 പാസ്റ്റേഴ്സിന്റെ കംപ്ലീറ്റ് ID ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഉണ്ട്. അതായത് നിങ്ങളുടെ ലീഡേഴ്സ്. അപ്പം അതിന്റെ കീഴില് ഓരോ താലൂക്കില് 20 പാസ്റ്റേഴ്സ് വന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ 6000 പേരുടെ ID വരും. മനസ്സിലായി. 6000 പേർക്ക് മിനിമം 500 പേരെ വെച്ചെടുത്താൽ തന്നെ നിയർലി മോർ ദാൻ 30 lakhs പീപ്പിളോളായി. മനസ്സിലായി. അപ്പം ഈ ഒരു സംഭവം നമുക്ക് ഗവൺമെന്റിനെ പ്രസന്റ് ചെയ്താൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, അത്രയും സ്ട്രെങ്ത് ഉണ്ടോ കർണാടകയിൽ? തീർച്ചയായിട്ടും. എൻ്റെ ചിന്തയിൽ ഈ കർണാടകയിലെ ക്രിസ്ത്യാനികളുടെ അംഗസംഖ്യ വളരെ കുറവായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. കഴിഞ്ഞിടയ്ക്ക് കർണാടകയിലെ വളരെ പേര് കേട്ട ഒരു ദൈവാസനുണ്ട്. അദ്ദേഹം പട്ടികവർഗത്തിൽ നിന്ന് വന്ന ദൈവാസനാണ്. അദ്ദേഹം ഈ SC/STകളുടെ തന്നെ ഒരു ഫെലോഷിപ്പുണ്ട്. അങ്ങനെ അവരും മറ്റേ ദൈവദാസന്മാരും എല്ലാവരും നമ്മൾ സർവേ ചെയ്തതിനകത്ത് ടോട്ടൽ കർണാടകയിൽ 48 ലക്ഷം ക്രിസ്ത്യാനികളുണ്ട്, യേശുവിനെ വിശ്വസിക്കുന്നവരുണ്ട്. അതായത് കത്തോലിക്കർ ഉൾപ്പെടെ 48 ലക്ഷം ഉണ്ട്. പക്ഷേ അതൊരു വലിയ സംഖ്യ ആണല്ലോ. പക്ഷേ ഒഫീഷ്യൽ റെക്കോർഡിൽ 11 ലക്ഷം പേരേ ഉള്ളൂ. എന്റെ മനസ്സിൽ 10 ലക്ഷം അതിന്റെ കാരണം ഈ ജനങ്ങൾ യേശു കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചെങ്കിലും അവർ ഒഫീഷ്യൽ റെക്കോർഡിനകത്ത് ഇപ്പോഴും കിടക്കുന്ന ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. ഡോക്യുമെന്റ് ഇല്ല. പക്ഷേ അതായത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയുന്നത് പോലെ, അതായത് അവർ വെളിപ്പെടുത്തിയിട്ടില്ല തങ്ങൾ ക്രിസ്ത്യാനികളാണ്. പക്ഷേ ഈ പറഞ്ഞ 48 ലക്ഷം ആൾക്കാരും ക്രിസ്തീയ രീതി കല്യാണം കഴിക്കുന്നു, ക്രിസ്തീയ രീതിയിലുള്ള ഫംഗ്ഷൻ ചെയ്യുന്നു. ഇതെല്ലാം ക്രിസ്ത്യൻ ഇതിൽ പ്രകാരമാണ്. പേരുകളും അവരുടെ ഡോക്യുമെന്റ് മാത്രമേ മാറിയിട്ടെന്നേ ഉള്ളൂ. അല്ല, അത് സത്യത്തിൽ ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. UP സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം അലഹബാദ് കോടതിയിൽ നിന്നൊരു വിധി വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അടുത്ത 4 മാസത്തിനുള്ളിൽ അവരുടെ മതം മാറിയിട്ടുള്ള ആളുകൾ അവരുടെ മതം വെളിപ്പെടുത്തണം, അതിനുവേണ്ടി ഒരു ഡ്രൈവ് നടത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് ഗവൺമെൻറ്റിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിലുള്ള ക്രൈസ്തവർ അവരുടെ പേര് നേരത്തെ ഉണ്ടായിരുന്ന മതത്തിലെ പേരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ കർണാടകയ്ക്കകത്ത് ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കുലമാണ് ഒക്കലിക ഗൗഡാസ് എന്ന് പറയും.
ഒരാൾ ഒക്കലിക എന്ന് ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ അയാളോട് അറിയപ്പെടുന്നത് ഒക്കലിക ക്രൈസ്തവ മനസ്സിലായില്ലേ? അപ്പം അത് ഈയിടയ്ക്ക് ഒരു പ്രശ്നമായല്ലോ നിങ്ങളുടെ ഒരു സർവേയുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികളുടെ കണക്ക് 48 ലക്ഷം പൂർത്തിയാകാത്തത്. ഈ ഒക്കലിക ക്രൈസ്തവ വന്നിട്ട് ഒക്കലിക ഗ്രൂപ്പിനകത്ത് പോയി. അതായത് ഇപ്പം കേരളത്തിൽ നായർ സമുദായത്തിൽ നിന്ന് ഒരാൾ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ പെന്തക്കോസ്തിലേക്ക് വന്നാൽ അയാളെ നായർ ക്രിസ്ത്യൻ എന്ന് പറയുന്നത് പോലെ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്താ ഒഫീഷ്യൽ ക്രിസ്ത്യൻ കണക്കിനത് വരുന്നില്ല, നായർ ജാതിക്കകത്ത് വന്നു. അപ്പൊ അവിടെ ഒക്കലിക അടി വന്നു. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യൻ ഈ 48 ലക്ഷം ഉണ്ടെന്നുള്ള കാര്യം സർക്കാർ കണക്കിൽ ഒഫീഷ്യലി വന്നിട്ടില്ല. ഈ പ്രാവശ്യത്തെ നമ്മുടെ സിദ്ധരാമയ്യ ഗവൺമെന്റിന്റെ ഒരു സെൻസസ്, ഈ പ്രാവശ്യം സെൻസസ് അല്ലായിരുന്നു, അത് സർവേ എടുത്തപ്പോൾ ഓപ്പണായിട്ട് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ ഈവൻ കാത്തലിക് ബിഷപ്പും ഞങ്ങളെയും വിളിച്ച് എല്ലാവരും ഞങ്ങൾ ഒരു പീറ്റർ മച്ചാഡോ ബിഷപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പ്മാരൊന്നും ഇങ്ങനെ ഈ പെന്തക്കോസ്തുകാരുമായിട്ടൊന്നും സഹകരിക്കാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുമില്ല. ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകൾക്ക് അങ്ങനെ ഒരു സഹായത്തിന്റെ ആവശ്യമില്ല. അതൊരു വേറൊരു വശം. പക്ഷെ എനിക്ക് മനസ്സിലായിടത്തോളം കർണാടകയിലെ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡ് വളരെ സ്ട്രോങ് ആയിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിഷപ്പ് ഉണ്ടോ എന്ന് എനിക്ക് സംശയം. കഴിഞ്ഞിടയ്ക്ക് കർണാടകയിൽ ഇപ്പം UCF യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഈ കർത്താവിനാണ് 2008 അറിഞ്ഞ അന്ന് ഇന്ന് വരെ കർണാടക ഒരു പ്രത്യേകതയാണ്. അവിടെ സഭാ വ്യത്യാസം ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇപ്പൊ ക്രിസ്മസിന് തന്നെ മൈസൂരിൽ ക്രിസ്മസിന് തന്നെ നമ്മുടെ പെന്തക്കോസ്ത് സഭയിൽ അവിടുത്തെ ബിഷപ്പ് വരും, നമ്മുടെ പാസ്റ്റർമാർ അവരുടെ സഭയിൽ ചെന്ന് നമ്മൾ അവിടെ ക്യാരൾ പാടും. അങ്ങനെ ഒരു പ്രത്യേകതയാണ് കർണാടകയിലുണ്ട്. അപ്പൊ കർണാടകയിൽ കഴിഞ്ഞ പരസ്പരം ഒരു സഹകരണം. ഈവൻ UCFന്റെ മീറ്റിംഗ് ഓരോ ചർച്ചിൽ നടത്തുമ്പോൾ ബിഷപ്പ് വരും. അവിടുത്തെ മെയിൻ ബിഷപ്പ് പെന്തക്കോസ്ത് ചർച്ചിൽ വരും, അവിടെ ഇരിക്കും, മീറ്റിംഗ് നടത്തുന്നതായിരിക്കും. മർത്തോമ ചർച്ചിലും പോവും, പുള്ളിയും പോവും. മർത്തോമയിലെ അച്ഛൻ ഇവിടെയും വരും. ആ ഒരു കൂട്ടായ്മയുണ്ട്. ഞാൻ പറയുന്നത് ഈ 2025 നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ നമുക്ക് എന്തായിത്തീരുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ യൂണിറ്റി വരാതിരുന്നാൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു അടി നമുക്ക്. നമ്മളിത് പറഞ്ഞു വരുമ്പോഴുള്ള പ്രശ്നം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഓരോ സഭയും, അത് ട്രഡീഷണൽ സഭകളാണെങ്കിലും ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകളാണെങ്കിലും ന്യൂ ജനറേഷൻ ചർച്ചുകളാണെങ്കിലും എല്ലാവരും അവരിൽ തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാനറിയാം. ആരുടെയും സഹായം പുറത്തുനിന്ന് ആവശ്യമില്ല. പെന്തക്കോസ്ത് സഭകൾക്ക് ഇപ്പൊ IPC എടുത്താൽ IPCയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ അറിയാം, AGയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ അറിയാം, ചർച്ച ബോർഡിന് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ അറിയാം. ഒരു IPCക്കാരൻ്റെ സഹായം ചർച്ച ബോർഡിന് ആവശ്യമില്ലാത്തതുപോലെ അല്ലെങ്കിൽ ന്യൂ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് പോലുള്ള സിറ്റുവേഷനാണ്. എന്ന് പറഞ്ഞ പോലെ കത്തോലിക്കന്റെ സഹായം ഇല്ലാതെ തന്നെ ഇവിടെ മറ്റു സഭകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാരണം ഈ കേരളത്തിന്റെ ഒരു ഈ മതപരമായ ഒരു സ്പ്ലിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു 17-18% ക്രൈസ്തവരുണ്ട്. അപ്പം നേരത്തെ മുതൽ ഇവിടുത്തെ ഒരു പ്രബല സമൂഹമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അവരുടെ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. കാര്യമായ എതിർപ്പുകളോ കാര്യങ്ങളോ ഇന്ന് വരെ ഇവിടെ കേരളത്തിൽ അങ്ങനെ സംഘടിതമായി ക്രൈസ്തവർക്കെതിരെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കർണാടകയിലെ കാര്യങ്ങളോ കുറിച്ച് ചിന്തിക്കുന്ന രീതിയിൽ നമുക്കിവിടെ അത് പ്രാക്ടിക്കലാകാത്ത, അതായത് ഈ ഐക്യം എന്ന് പറയുന്ന കാര്യം പ്രാക്ടിക്കൽ ആകാത്തതിന്റെ കാര്യം എല്ലാവരും അവരിൽ ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച എന്ന് പറയുന്നത് കാത്തലിക് ആൻഡ് ഓർത്തഡോക്സ് ആൻഡ് ഇവാഞ്ചലിക്കൽ, ഈ 3 എണ്ണമാണ് അവരുടെ സെൻട്രൽ ഗവൺമെന്റ് നോക്കിയാൽ ചർച്ചായിട്ട് കൺസിഡർ ചെയ്യുന്നത്. തീർച്ചയായും ഈ 3 എണ്ണേ ഉള്ളൂ. നാളെ ഇനിയിപ്പോൾ ഒരു നിയമം അവരെല്ലാം കൂടെ കൊണ്ടുവരികയാണ്. ഈ 3 എണ്ണം മതി, ഇനി ബാക്കിയുള്ളതൊക്കെ കൺസിഡർ ചെയ്യേണ്ട. ചൈനയിലൊക്കെ അങ്ങനെയാണല്ലോ. ചൈനയിൽ ഇപ്പൊ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ട സഭയുണ്ട്, ബാക്കിയുള്ള എല്ലാം ഒളിവ് സഭകൾ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ഒളിവിൽ പോകും. അതിനപ്പുറത്ത് വേറെ സാധ്യതകളില്ല, അതിന് താമസമില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് വെക്കേണ്ടത്? നമ്മൾ ഈ പറഞ്ഞ ഓർത്തഡോക്സിനെ പോലെ തന്നെ യാക്കോബായെ പോലെ തന്നെ നമ്മൾ എപ്പിസ്കോപ്പൽ ആകണ്ട, ബട്ട് നമ്മളൊരു ഐക്യമായിട്ട് നമുക്കൊരു ബോഡിയെ കൊണ്ടുവരാൻ
എല്ലാ സഭകളും ചേർന്നുള്ള ചേർന്നുള്ള ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒത്തിരി ഐക്യ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം മുമ്പ് ഈ കേരളത്തിലെ ഐക്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ എൻ്റെ ഒരു സ്നേഹിതനുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഈ കേരളത്തിലുള്ള പെന്തക്കോസ്ത് സഭകൾ ഒന്നിച്ച് ഒരു അംബ്രല്ലയുടെ കീഴിൽ വരാനായിട്ടുള്ള, എന്ന് വെച്ചാൽ ഈ അധികാരമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഓടിച്ചെല്ലുവാനുള്ള ഒരു സംവിധാനം. നിങ്ങൾ ഒന്നിനും കൂടണ്ട, നിങ്ങൾ മാസം യോഗം കൂടണ്ട, ഉപവാസ പ്രാർത്ഥന കൂടണ്ട, ഒന്നും കൂടണ്ട. ദിസ് ഇസ് ഓൺലി ഫോർ ടു ഷോ ആസ് എ ബോഡി. അതിനൊരു ശ്രമം ഇവിടെ ദീർഘവർഷങ്ങളായിട്ട് ഒരു 2-2.5 പതിറ്റാണ്ടായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. പ്രത്യേകിച്ച് PCI, പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രവർത്തനം ഇവിടെ ശക്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും എവിടെയും എത്തിയിട്ടില്ല. എത്താത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ലീഡർഷിപ്പിലുള്ള 10-15 പേരിൽ മാത്രം ഇതെന്ത് ചെയ്തു, ഒതുങ്ങി നിൽക്കുകയാണ്. അതിനെ അംഗീകരിക്കാൻ മെയിൻ സ്ട്രീം സഭകൾ തയ്യാറായിട്ട്. അതിനേക്കാട്ടിലും പ്രശ്നം ഇത് നമ്മൾ ഈ കാണുന്നത് മൊത്തം സ്പിരിച്വൽ ആയിട്ടാണ്. അതെ, എന്തോ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഉള്ള മീറ്റിങ്ങും ഇതിനെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഒന്നുകൂടെ നെക്സ്റ്റ് പ്രസംഗിക്കാൻ. ആശയം അതൊന്നുമല്ല. ആശയം ഈ സംഘടിതമായ ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും സഭകളെ സഹായിക്കാനും ആക്രമിക്കപ്പെടുന്നവരെ സഹായിക്കാനും ഒക്കെയുള്ള ഗവൺമെൻറ് തലത്തിലുള്ള കാര്യങ്ങളിൽ ചർച്ചകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ PCI ഉണ്ടായത്. കേരളത്തിൽ തന്നെ പെന്തക്കോസ്ത് സഭകൾ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ ശവമടക്കാനുള്ള സെമിത്തേരിയുടെ പ്രശ്നം ഒരു വലിയ വ്യാപകമായ ഒരു പ്രശ്നമാണ്. പല സ്ഥലങ്ങളിലും സെമിത്തേരികൾ കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ ശവമടക്കാൻ ചെല്ലുമ്പോഴാണ് സെമിത്തേരിയുടെ ചുറ്റും കുറേ ആളുകൾ കൂടി തടസ്സപ്പെടുത്തുന്നത്. അതൊരു വലിയ പ്രശ്നം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഗവൺമെൻറ് സംവിധാനത്തിന് പല നടപടികൾ കൊണ്ട് ഈ നമ്മുടെ ഹോളുകളൊന്നും ഇപ്പോൾ 5 ഏക്കർ സ്ഥലത്ത് ഒരു പള്ളി വെക്കുന്ന രീതി അല്ലല്ലോ നമുക്കുള്ളത്. നമ്മളൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി അതിനകത്തൊരു ഹോൾ വെച്ച് അവിടെ ആരാധിക്കുന്ന ഒരു രീതിയാണ് പെന്തക്കോസ്ത് സഭകൾ സാധാരണഗതിയിൽ അംഗസംഖ്യയിൽ കുറവായതുകൊണ്ട്. അപ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരു ഹോള് നിർമ്മിക്കുമ്പോൾ അതിനൊരു പെർമിഷൻ കൊടുക്കാൻ ഇവിടെ എന്തില്ല, ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഒരു പള്ളി എന്നുള്ള നിലയിൽ അതിനൊരു പെർമിഷൻ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾ നേരിടുന്നുണ്ട്. പക്ഷേ ഇതൊരു സംഘടിതമായി നിന്ന് പെന്തക്കോസ്ത് സഭകൾ എല്ലാം കൂടെ ചേർന്നുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം, ഒരു ഇതെന്ന് പറയുന്നത് ഒരു 20 ലക്ഷം അല്ലെങ്കിൽ അതിനപ്പുറം വിശ്വാസികൾ എന്തുണ്ട് ഈ എല്ലാ സഭകളിലും കൂടെ ഉണ്ട്. 20 ലക്ഷം അതിൽ കൂടുതൽ, മേ ബി 20 ലക്ഷം തന്നെ കൂട്ടിക്കോ. 20 ലക്ഷം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പവറാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ ഈ സഭാ ലീഡേഴ്സിന് സാധിക്കുന്നില്ല. ലീഡേഴ്സ് അതിനു വേണ്ടി എന്ത് ചെയ്യുന്നില്ല, ഒരുമിക്കാൻ ഒരുക്കമല്ല. ഇതാണ് അതിൻ്റെ കാരണം. വേറൊരു കാരണം, യേശു പ്രസംഗിച്ചത് മൊത്തം രാജ്യമാണ്, കിങ്ഡം ഓഫ് ഗോഡാണ് യേശു പ്രസംഗിച്ചത്. അത് പറയുമ്പോൾ ഞാൻ സാറിനോട് വേറൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. നമ്മൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരല്ലെന്നുള്ള ഒരു ബോധ്യത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മുടെ ഒരു മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ അങ്ങ് പോവാ നിത്യതയെക്കുറിച്ച് മാത്രമുള്ള ചിന്തയുള്ളൂ. അവിടെ മാത്രം കണ്ണീരില്ല, അവിടെ ഇതില്ല. അങ്ങ് അവിടെ പോയി കഴിഞ്ഞാൽ കണ്ണീരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ യേശു പ്രസംഗിച്ചത് ഇവിടെയാണ്. ഇവിടെ പ്രസംഗിച്ചിട്ട് നീ ഒരിക്കലും വിചാരപ്പെടരുത്. അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? വിചാരപ്പെടാതെ ജീവിക്കുന്നത് പറ്റുമോ? പ്രാക്ടിക്കലി വലിയ പാടാ. പക്ഷെ പറ്റും. യേശു അപ്പം പറഞ്ഞത് നുണയായിരിക്കുമല്ലോ. അല്ല, യേശു നുണ പറഞ്ഞെന്നല്ല, പ്രാക്ടിക്കലി പറ്റാത്തൊരു കാര്യം ആയതുകൊണ്ടാണല്ലോ നീ വിചാരപ്പെടരുതെന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. അങ്ങനല്ല, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് യേശു എന്ത് പറഞ്ഞോ നടക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അത് എങ്ങനെ നടക്കും എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൽ വരുമ്പോഴാണ്. രാജ്യത്തിൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥന പഴയ നിയമത്തിലൊക്കെ കാണാം. രാജ്യത്തിൽ വരുമ്പോൾ ഒറ്റ പ്രാർത്ഥന അവർക്കുള്ളൂ. എന്താ? രാജാവ് നീനാൾ വാഴണം. കിങ് ഉണ്ടെങ്കിൽ ദേ ആർ സേഫ്. അതുകൊണ്ടാണ് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ ഇനി ഒരിക്കലും മരിക്കത്തില്ല. ഞാൻ മരണത്തെ ജയിച്ചു കഴിഞ്ഞു. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കും. ഞാൻ വാഴുന്നു. പക്ഷേ ഈ വാഴുന്ന രാജ്യമെന്ന് പറയുന്നത് യേശു പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്തിലാണെങ്കിലും ഈ രാജ്യത്തിൽ നിങ്ങളല്ല. ഈവൻ ദോ യു ആർ ഇൻ ദിസ് വേൾഡ്,
യു ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഈ രാജ്യക്കാരൻ നമ്മൾ ഈ ഭൗതിക ലോകത്തിലാണെങ്കിലും ആ. അതിലല്ല, വേറൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. നിങ്ങൾ വേറൊരു രാജ്യത്തിന്റെ നിയമത്തിന്റെ അടിയിലാണ് ജീവിക്കുന്നത്. ഓക്കെ. വേറൊരു രാജ്യം എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലമല്ല. ഓക്കെ. ഇപ്പം ദുബായി പോയി കഴിഞ്ഞാൽ ഒരു ഏരിയ ഉണ്ട്, ആ പോർട്ട് അമേരിക്കൻ പോർട്ട് അവിടെ ഉള്ളത്. ആ പോർട്ടിന്റെ അകത്ത് ദുബായ് നിയമം ഒന്നും നടക്കത്തില്ല. അമേരിക്കൻ നിയമം, അതവിടെ അമേരിക്കൻ നിയമമാണ്. ദുബായിൽ ഒരാൾക്ക് പോലും ഒരു തുള്ളി വെള്ളം മറ്റേ ആൽക്കഹോൾ കുടിക്കാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാവരും ആൽക്കഹോൾ കുടിച്ചാണ് ജീവിക്കുന്നത്. കാരണം നിയമം പാലിക്കത്തില്ല. കാരണം ഇത് USA ചേർന്നതാണ്. ദുബായ് ആണെങ്കിലും US-ന്റെ സാധനം ഇത് നിയമപരിധിക്കകത്ത് വരിക, അവന്റെ അധികാര പരിധിക്കകത്ത്, നിയമത്തിന് കീഴിലുള്ള ആളുകളായിരുന്നു. അപ്പോൾ ദൈവരാജ്യം എവിടെ ഉള്ളത്? അങ്ങെങ്ങോ അല്ല. ഈ രാജ്യത്തിന്റെ നിയമത്തിന്റെ കീഴിൽ നിങ്ങൾ ജീവിച്ചാൽ ഇവിടെ രാജ്യമുണ്ട്. മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടാണ്. യേശു പ്രസംഗിച്ചത് മൊത്തം രാജ്യത്തെ ദൈവരാജ്യത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞതെല്ലാം ദൈവരാജ്യത്തെ അതേ പറഞ്ഞിട്ടുള്ളൂ. രാജ്യത്തിൽ നന്മയുണ്ട്, രാജ്യത്തെ സമാധാനമുണ്ട്, രാജ്യത്തെ ഇൻക്രീസ് ഉണ്ട്. ഇതെല്ലാം പ്രസംഗിച്ചിട്ട് രാത്രി ഏറ്റവും ബെസ്റ്റ് ജാതിയനാണ് നിക്കോദിമോസ്. ബെസ്റ്റ് ഇൻ ഹിസ് റിലിജൻ. ആ സിനോദോസിലെ മെമ്പറായിരുന്നു, നീതിമാനായിരുന്നു അതിൻ്റെ അകത്ത്. ആ പുള്ളി വന്നിട്ട് രാത്രി ചോദിക്കുവാണ്, ഈ രാജ്യത്തിൽ എനിക്ക് എൻട്രി കിട്ടണേ എന്ന് ചെയ്യണം. അപ്പം ജാതീയനായിട്ട് ജീവിച്ചിട്ട് പുള്ളിക്ക് ഈ പറഞ്ഞ പ്രസംഗിക്കുന്ന സാധനമൊന്നും കിട്ടുന്നില്ല. പുള്ളി നിക്കോദിമോസ് ഒരു യഹൂദനായി ജീവിച്ച ആള്, പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ച ആള്. ഈ ഭൂമിയിൽ കാണപ്പെടുന്ന ബെസ്റ്റ് റിലിജൻ അവിടെയാണ് ഒരു കാര്യം. അതായത് നമ്മളിപ്പോ ഇത് വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, എന്തായാലും അത് പറഞ്ഞു വന്നുകൊണ്ട് ചോദിക്കട്ടെ. ഈ നിക്കോദിമോസ് യേശുവിന്റെ അടുത്തേക്ക് വരുന്നു. എല്ലാ ആളുകളും യേശുവിന്റെ അടുത്ത് വരുന്നതിന് പല ഉദ്ദേശങ്ങളാണ്. ഈ പലരും വരുന്നത് രോഗസൗഖ്യത്തിന്, മറ്റുള്ളവർ യേശു എന്തെങ്കിലും അപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി വരുന്നത്. ചിലർ യേശുവിൻ്റെ വായിൽ നിന്നും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഈ ലാവണ്യ വാക്കുകൾ വരുന്നു. അപ്പം അത് കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. യേശു പുതിയ കാര്യങ്ങൾ വല്ലതും പറഞ്ഞാൽ അത് കേൾക്കാനായിട്ടുള്ള, യേശു ആരെങ്കിലും ഈ അധികാരവർഗത്തെയൊക്കെ വിമർശിക്കുന്നുണ്ട്, അപ്പം അതൊക്കെ കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. പക്ഷേ നിക്കോദിമോസ് അതിന് വേണ്ടി ഒന്നുമല്ല. യേശുവും ഇതിനല്ല വന്നത്. യേശു അതിനല്ല. യേശു പലപ്പോഴും പറഞ്ഞത് ഇവരെല്ലാം എൻ്റെ പുറകെ വരുന്നത് അവിടെ അപ്പം ഉണ്ടാക്കിയത് ചാപ്പാട് കിട്ടിയതുകൊണ്ടാണ്. യേശു രോഗസൗഖ്യം ചെയ്യാൻ വന്നതല്ല. യേശു പറഞ്ഞു, ഞാൻ രാജ്യം പ്രസംഗിച്ചു കഴിയുമ്പോൾ ഈ രാജ്യത്തെ സ്ഥാപിക്കേണ്ടതിന് രാജ്യം സൗഖ്യമാക്കുന്നത്. യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാജ്യം പ്രസംഗിക്കുന്നു, രാജ്യം ഇവിടെ ഉണ്ടെന്ന് സ്ഥാപിക്കേണ്ടതിന് രാജ്യം സൗഖ്യമാക്കും. കിങ്ഡമാ സൗഖ്യമാക്കുന്നവിടെ. യേശു ഒരിക്കലും സൗഖ്യമാക്കാൻ വാന്ന് പ്രസംഗിച്ചിട്ടില്ല. യേശു ആളുകൾക്ക് അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ഈവൻ യേശു, ഞങ്ങൾക്ക് ആഹാരമില്ല, ഞങ്ങൾക്ക് വസ്ത്രമില്ല, ഞങ്ങൾക്ക് വീടില്ല, ഇത് എവിടെ കിട്ടും അന്ന് യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശു എന്താ പറഞ്ഞത്? യേശു എപ്പോഴെങ്കിലും പറഞ്ഞു എൻ്റെ അടുത്ത് വാ ഞാൻ തരാന്ന് പറഞ്ഞു? ഒരിക്കലും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞത് രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക, നീതിയെ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതെല്ലാം നിങ്ങളുടെ പുറകെ വരും. They will follow you. നിങ്ങൾ രാജ്യത്തെയാണോ അന്വേഷിക്കുന്നത്? ഇതെല്ലാം അന്വേഷിക്കുന്നത്. ഇന്നും ചർച്ച അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാമാണ്. നമ്മള് പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല. നമ്മൾ ചർച്ചയിൽ വരുന്ന ഒരാള് എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു വിഷയത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അല്ല, അവനും പല പ്രശ്നങ്ങളാണ്. രോഗമുണ്ടാകും, കടമുണ്ട്, പല പല പ്രശ്നങ്ങളുമായിട്ട് പള്ളി. ഈ രാജ്യത്തിന്റെ അകത്ത് നിയമത്തിൽ ജീവിക്കുമ്പോഴാണ് ഇതിന് പരിഹാരം ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ നിയമം, ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നിക്കോദിമോസ് ഒന്ന് ചോദിച്ചത്, ഇത് നല്ലൊരു രാജ്യമാണല്ലോ, ഈ രാജ്യത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം? അപ്പോഴാണ് യേശു പറഞ്ഞത്, നീ വീണ്ടും ജനിക്കണം. പുള്ളിക്ക് പിടികിട്ടിയില്ല. അപ്പം അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് വരണോ? അല്ല, ആത്മാവായിട്ട് ജനിക്കണം. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പറഞ്ഞ ഒരാളെ എപ്പോഴും ആത്മാവായി മാറുന്നത് മരിച്ചു കഴിയുമ്പോൾ, ചത്തു കഴിയുമ്പോൾ അല്ലേ? അപ്പം വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഈ ലോകത്തോട് ചാകണം. ഈ ലോകത്തിനോട് മരിച്ചാലേ നിങ്ങൾക്ക് വേറൊരു രാജ്യത്തിൽ ജന്മം കിട്ടത്തുള്ളൂ. സെയിം നമ്മുടെ ഈ ഭൂമിയിൽ ഇപ്പം ബീയിങ് ആൻ ഇന്ത്യൻ യു കനോട്ട് ബി ആൻ അമേരിക്കൻ. ഇവിടുത്തെ പൗരത്വം കളഞ്ഞാലേ അവിടുത്തെ കിട്ടത്തുള്ളൂ.
മനസ്സിലായില്ലേ? സെയിം ലൈക്ക് ദറ്റാണ് ഈ ലോകത്തോട് നമ്മൾ മരിച്ചാലേ ഇനിയൊരു രാജ്യമാകുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? യേശു അത് പഠിപ്പിക്കാനാണ് ഭൂമിയിൽ വന്നത്. ഈ ലോകത്തിൽ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരാളെ കുത്തിക്കൊന്നാൽ അവൻ കൊലയാളിയായി. ഞാനൊരു രാജ്യത്തിൽ നിന്ന് വരിക, ആ രാജ്യത്തിൽ ഒരാളെ നീജ അല്ലെങ്കിൽ കോപിച്ചാൽ തന്നെ അവൻ ഓൾറെഡി എന്തായി? കൊലയാളിയായി. മനസ്സിലായി. ഈ ലോകത്തിൽ ഒരു പെൺകുട്ടിയുടെ കൂടെ കിടന്നാൽ നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നീ വ്യഭിചാരിയായിരുന്ന. പക്ഷെ ഞാനൊരു രാജ്യത്തിൽ നിന്ന് വരിക, ആ രാജ്യത്തിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് തെറ്റായിട്ട് ചിന്തിച്ചാൽ തന്നെ വ്യഭിചാരിയായി. അപ്പം ആ യേശു വന്ന ആ രാജ്യത്തിനുള്ള പ്രത്യേകത എന്താണ്? എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് അവിടെ. നിയമവ്യവസ്ഥ വ്യത്യാസമാണ് അവിടെ. എന്തില്ല? ശരീരമില്ലാത്ത ഒരു രാജ്യത്തിന്റെ നിയമമാണ്. സ്പിരിറ്റിനെ ജീവിക്കാൻ വേണ്ടിയ നിയമമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കംപ്ലീറ്റ്ലി ഈ പ്രസംഗം മൊത്തം ഈ ബോഡിയെ പ്ലീസ് ചെയ്യുന്ന സാധനങ്ങളാണ് മൊത്തം ഉള്ളത്. സ്പിരിറ്റിൽ ഇപ്പം പാസ്റ്ററിന് ഇവിടെ ഒരു കാർ മേടിക്കണം, എന്ത് വേണം? പണം വേണം, പൈസ വേണം. ദൈവത്തോട് നമ്മൾ എന്ത് ചോദിക്കും? പണം ചോദിക്കും, പൈസ ചോദിക്കും. ദൈവത്തിൻ്റെ അടുത്ത് ഏത് പൈസയാണുള്ളത്? ദൈവത്തിൻ്റെ അടുത്ത് പൈസ ഉണ്ടോ? ഇപ്പം ദൈവം സൃഷ്ടിച്ചതെല്ലാം ഏതുകൊണ്ടാണ് സൃഷ്ടിച്ചത്? ദൈവം വാക്കുകൊണ്ടാണ് സൃഷ്ടിച്ചത്. സൂര്യനും ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ. ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നത് അവൻ ഇടീ ലോകത്തെ വാക്കുകൊണ്ട് സസ്റ്റെയിൻ ചെയ്തു, നിലനിർത്തുന്നു. അവൻ്റെ ശക്തിയുള്ള വചനത്താൽ സർവ്വലോകത്തെയും അവന് നിലനിർത്തുന്നു. അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്കുകൊണ്ടാണ് സകലതും സൃഷ്ടിച്ചത്. അപ്പോൾ നമുക്കൊരു കാറ് ഉണ്ടാക്കാനായിട്ട് അവൻ്റെ ശബ്ദം പോരെ? തീർച്ചയായിട്ടും മതി. പക്ഷെ നമ്മൾ ചോദിച്ചത് എന്താണ്? പണം. അത് ഏത് നിയമത്തിലുള്ളതാ? അത് ഈ ലോകത്തിന്റെ നിയമത്തിലുള്ളതാ. നമ്മൾ എന്തുകൊണ്ടാണ് വാക്ക് ചോദിക്കാത്തത്? നമുക്ക് അതിലെ ആ ലെവലിലേക്ക് എത്താൻ പറ്റും. അല്ല, ആ രാജ്യത്തിൽ ജനിക്കാത്തത് കൊണ്ടാണ്. അപ്പം അവിടെ വരുമ്പോഴത്തേനും അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആകും. നമുക്ക് ആ രാജ്യത്തിൽ ജനിക്കാത്തത് കൊണ്ടാ. ആ രാജ്യത്തിൽ ജനിച്ചിരുന്നെങ്കിൽ വാക്കുമതി എന്ന് മനസ്സിലായനെ. ആത്മാവായിട്ട് നമ്മൾ എന്തറിയോ, ആത്മീകനായിട്ട് ജീവിപ്പിക്കുക. ഇവിടെ നമ്മളുടെ പണി മൊത്തം ആത്മീകനായിട്ട് ജീവിപ്പിക്കാൻ ശ്രമിക്കുക. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. എടാ, നീ ആത്മാവാകെ, നീ ഈ ലോകത്തോട് മരിക്കേ, എന്നിട്ട് ആത്മലോകത്തോട് ജീവിക്കാൻ തുടങ്ങുക. ബി എ സ്പിരിറ്റ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ ലോകത്തിലെ നിയമം ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ആ ലോകത്തിൽ ജനിക്കണം. ഇപ്പം ഇവിടെ ഒരു രോഗം വന്നാൽ, അല്ലെങ്കിൽ എനിക്കൊരു വേദന വന്നാൽ, നമ്മൾ അപ്പോഴേ നിലവിളിച്ചുകൊണ്ട് ഓട്ടോയും കയറി അങ്ങോട്ട് ആശുപത്രിച്ചുള്ളൂ. പക്ഷേ USA പോയിട്ട് അതേപോലെ ഒരു ആട്ടോയും പിടിച്ചുകൊണ്ട് ആശുപത്രിയിൽ പോയി ഒറ്റ ചവിട്ടിട്ട് വെച്ച് പുറത്തോട്ട് വെക്കാം, നമുക്ക് കേട്ടത്തൂലില്ല. മനസ്സിലായി. അവിടുത്തെ സിസ്റ്റം എന്താണ്? നിനക്ക് എന്തെങ്കിലും വന്നാൽ 911 പ്രസ് ചെയ്യും. അതെ, അവര് വന്ന് നിന്നെ കൊണ്ടുപോകും. നിനക്ക് ആരും കയ്യും കാലും ഒന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ആ സിസ്റ്റം അറിയത്തില്ലെങ്കിലോ? ആ സിസ്റ്റം അറിയാൻ മേലാത്തതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. അല്ല, എനിക്കിപ്പം ഇത് ആകെപ്പാടെ കൺഫ്യൂഷനായി. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നത് കർണാടകയിലെ യൂണിറ്റിയെ കുറിച്ച്, സഭകളുടെ യൂണിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ആത്മമണ്ഡലത്തിലെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ക്ലബ് ചെയ്ത് വരുന്നത്? അത് പറ. ഫസ്റ്റ്, സ്വർഗത്തെ പോലെ ഭൂമിയിലാക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതെ, പരിശുദ്ധാത്മാവ് എന്തിനാ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്? നമ്മളെ ഗൈഡ് ചെയ്യാനാ. അല്ല, പുള്ളിക്ക് പരിപാടിയുണ്ട് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ. പരിശുദ്ധാത്മാവിന് ചില കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യാനുണ്ട്. പുള്ളിക്ക് രാജ്യം സ്ഥാപിക്കണം ഭൂമിയിൽ. നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ നൽകുന്നു എന്നൊക്കെ. കാര്യസ്ഥനെ ഗൈഡ് നൽകുന്നു. ഗൈഡ് നൽകുന്നത് നമ്മുടെ ഈ പറഞ്ഞ ബ്രിട്ടീഷേഴ്സ് ഇവിടെ വന്നു. ബ്രിട്ടീഷേഴ്സ് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഇന്ത്യയെ അവർ റൂൾ ചെയ്തു. അതെ, റൂൾ ചെയ്തപ്പോൾ രാജാവ് ഇവിടെ വന്നായിരുന്നു? ഇല്ല. റാണി വന്നായിരുന്നോ? ഇല്ല. ആരെയാ വിടുന്നത്? അവരുടെ അംബാസഡർ, ഗവർണറെ വിടുക. മനസ്സിലായി? ഗവർണറുടെ ജോലി എന്താണ്? ഇവിടെ ഭരണം നടത്തുക. ആർക്ക് വേണ്ടി? രാജാവിന് വേണ്ടി. അല്ല, അവിടുത്തെ പോലെ തന്നെ ഇവിടുത്തെ ആളുകളെ ഇങ്ങോട്ട് മാറ്റുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ടീ കുടിക്കുന്നേ? ബ്രിട്ടീഷുകാരൻ കുടിച്ചതുകൊണ്ട്.
രാജാവ് ചായ കുടിച്ചുകൊണ്ടാ നിങ്ങൾ ചായ കുടിക്കില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ കത്തി. രാജാവ് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടാ നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്നത്? അതെ അതെ അതെ. ആ ലോജിക്ക് എനിക്ക് ഇതുവരെ പിടികിട്ടിയില്ലായിരുന്നു. രാജാവിന് ഇവിടെ വന്നാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അവന്റെ രാജ്യത്തിൽ ജീവിച്ചതുപോലെ തന്നെ ഇവിടെ ജീവിക്കണം. രാജാവ് വരും, അപ്പോഴത്തേന് ഇത് ഒരുക്കിയെടുക്കണം. പരിശുദ്ധാത്മാവിന്റെ ഉള്ളി വന്നിരിക്കണം. ദൈവാത്മാവിന് സ്വയമായിട്ട് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റുകയില്ല. പിശാചിന്റെ ആത്മാവിനും ഈ ഭൂമിയിൽ സ്വയമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരം വേണം. ബോഡി ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ബോഡീൻ്റെ അകത്ത് പരിശുദ്ധാത്മ വന്നിരിക്കുന്നത് എൻ്റെ ഈ കൈ കാലും ബുദ്ധിയും ഉപയോഗിച്ചിട്ട് അവൻ്റെ രാജ്യത്തെ ഇവിടെ സ്ഥാപിച്ചെടുക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. യേശു പഠിപ്പിച്ച പ്രാർത്ഥന കഥ സ്വർഗത്തെ പോലെ ഭൂമിയിലാക്കണമേ. സോ അവർ ഡ്യൂട്ടി ഈസ് ടു മേക്ക് ദിസ്, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. നല്ല പ്രാർത്ഥിപ്പിച്ചു. വെളിപ്പാട് പുസ്തകത്തില് പുതിയ സ്വർഗം എന്തോ ചെയ്തിരിക്കുന്നത്? ഇറങ്ങി വരിക, താഴോട്ടാണ് വന്നിരിക്കുന്നത്, മേളിലോട്ട് പോകാനല്ല ഇരിക്കുന്നത്. തമ്പിച്ചാൻ എപ്പോഴും പറയുമായിരുന്നു. തമ്പിച്ചാൻ, ഞാൻ മൈസൂരിലൊക്കെ വരുമ്പോൾ തമ്പിച്ചാ പാലസ് സൂപ്പറാണ്, എന്തു വലിയ പാലസ്. എടാ നമ്മൾ പറയും ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ട് പറയും, എടാ ഞാൻ വരുമ്പം താമസിക്കാൻ വേണ്ടി പടുതുകൊണ്ടിരിക്കുന്ന ആളാണ്. മനുഷ്യന്റെ വെളിപ്പാടും തോന്നിക്കോടെ, മനസ്സിലായി. ഞാൻ വരുമ്പം താമസിക്കാൻ വേണ്ടി പടുതുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പുള്ളി പറയുക. അപ്പോൾ ഇപ്പം പാസ്റ്റർ പറഞ്ഞ ഇതുമായിട്ടും എന്തുവാണ് DAPS എന്നുള്ള കാര്യം, ഡയസിസ് ഫോർ പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ്. കർണാടകയിലെ പൊതുവെ ഞങ്ങൾ കേട്ടുള്ളത് ഇങ്ങനെയാണ്: 2 കോടി രൂപ റോഡിന് വേണ്ടി സനഷൻ ആയി കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ റോഡ് വീണേക്കാം. അത് കേരളത്തിലും അങ്ങനെ. ബാക്കി 1.5 കോടി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കർണാടക ജീവിക്കുന്നവരാണല്ലോ. ഇവിടെയൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്യും, ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴേ ഈ റോഡിൽ ശ്രദ്ധിക്കണം. റോഡിൽ ഈ പിന്നെ 4 തൂണയിൽ ഈ ബസ് സ്റ്റോപ്പിൽ ഈ വിശ്രമത്തിന് വേണ്ടിയുള്ള പിന്നെ സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, വെയിറ്റിംഗ് ഷെഡ്. അതെ, ഈ വെയിറ്റിംഗ് ഷെഡിൽ ഒരു ബോർഡ് കാണും, ഇന്ന MP-യുടെ അല്ലെങ്കിൽ ഇന്ന MLA-യുടെ ഫണ്ടിൽ നിന്ന്. അപ്പോൾ നമുക്കൊരു 25,000 രൂപയ്ക്ക് പണിയാവുന്ന 4 കാലയിൽ ഒരു ഷീറ്റിട്ട് പണിയാവുന്ന, അല്ലെങ്കിൽ ഒരു 2 കസര ഇട്ട് അല്ലെങ്കിൽ ഇടാവുന്ന ഒരു സ്ഥലം, അത്ര 25,000 രൂപയ്ക്കോ 50,000 രൂപയ്ക്കോ പണിയാവുന്ന ഒരു സ്ഥലത്തിൻ്റെ എക്സ്പെൻസ് ആയ തുക അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, 10 ലക്ഷം രൂപ. ഇത് ജോക്ക് പറയുന്നതല്ല, ഇത് സംഭവിക്കുന്ന. അപ്പോൾ കേരളത്തിലും കർണാടക ഇച്ചിരി കൂടെ മെച്ചം തോന്നുന്നു. 2 കോടിയിൽ 50 ലക്ഷം റോഡിൽ വരും. ബാക്കി 1.5 കോടി രൂപ അത് നമ്മൾ കേട്ടുള്ളത് അധികാരികളും കോൺട്രാക്ടറും വിധിച്ചെടുക്കുമെന്ന് കേട്ടുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ അഴിമതിയെക്കുറിച്ച് പ്രസംഗിക്കും, പ്രാർത്ഥിക്കും. പക്ഷെ ഈ അഴിമതി നടക്കരുതെങ്കിൽ ആ ഭരിക്കുന്ന ഭരണകൂടത്തിലോ അധികാരത്തിലോ അഴിമതി ചെയ്യാത്തൊരുത്തും വരണ്ടേ? തീർച്ചയായും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് കർണാടക ഞങ്ങൾ നോക്കും, മൈസൂരിൽ ഒറ്റൊരു വിശ്വാസിയെ ഒരു DYSP ആയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ മംഗലാപുരത്ത് ഞങ്ങൾ കണ്ട ഒരു പേര് കേട്ടൊരു ക്രിസ്ത്യാനി, ഒരാൾ AC ആയിട്ടൊരാളുണ്ട്, ഒരു SP ഉണ്ട്. ഇങ്ങനെ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമേ സർക്കാർ വിശ്വാസികളായിട്ടും മറ്റുമായിട്ടുള്ളൂ. അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും തന്നെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നില്ല. നമ്മുടെ സഭയിലുള്ള ഭരിക്കാൻ താല്പര്യമുള്ള സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരും തന്നെ ഇന്ന് MLA MP പഞ്ചായത്ത് മെമ്പർ പോലും ആകുന്നില്ല. അല്ല, ഇപ്പൊ അത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. കേരളത്തിലെ ഒരു സഭയും പെന്തക്കോസ്ത് സഭകളൊന്നും അവരുടെ മെമ്പേഴ്സിനെ ആരെയും എന്ത് ചെയ്യുന്നില്ല. അവർ പിന്നെ വാർഡ് മെമ്പർ ആകാനോ അല്ലെങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ പോകാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ശത്രുവിന്റെ പാപമായതുകൊണ്ട്, പിശാചായതുകൊണ്ട്. പക്ഷെ എന്നിട്ടും 100-150 പേര് ഈ പല പാർട്ടികളിൽ നിന്നായിട്ട് പെന്തക്കോസ്തുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പേഴ്സ്. അതെനിക്കൊരു ഭയങ്കര അത്ഭുതമായി തോന്നി. ഇവരുടെ എല്ലാം കൂടെ ഫോട്ടോ കണ്ടപ്പം എനിക്ക് തന്നെ അത്ഭുതമായി പോയി. കാരണം
ഇത്രയധികം ആളുകൾ ജയിച്ചു വന്നു. ജയിച്ചു അപ്പൊ എത്ര വന്നു. പേര് മത്സരിച്ചു കാണും? അത് ഏത് പാർട്ടിയെങ്കിലും അതെ, ആയിക്കോട്ടെ. ഏത് പാർട്ടിയിലായിക്കോട്ടെ, ജയിച്ചു വന്നത് തന്നെ ഇത്രയും അധികം ആളുകൾ. അപ്പൊ ഈ സഭകൾ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു 10,000-2000 പേരെങ്കിലും കേരളത്തിലെ പഞ്ചായത്തുകളിൽ പെന്തക്കോസ്തുകാര് മെമ്പേഴ്സ് ആയിട്ട് വരുമായിരുന്നു. പക്ഷെ അങ്ങനെ വരണം പാസ്റ്ററെ. സാറേ നമ്മൾ കർണാടകയിലെ ഏതെങ്കിലും ഡിസ്ട്രിക്ട് കളക്ടർ ഓഫീസിൽ പോയാൽ, ഒരു കോർട്ടിൽ പോയാൽ, സർക്കാർ ഓഫീസ് പോയാൽ ആദ്യത്തെ പേരുകളായിരിക്കും തോമസ്, ഐസക്, ഡിസൂസ, അങ്ങനെയൊക്കെയുള്ള പേരുകൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ പിന്നെ ബോർഡുകൾ, ഡിസ്ട്രിക്ട് കളക്ടറുടെ പേര് ലിസ്റ്റ്. അതെ. ഇവൻ എൻ്റെ റിലേറ്റീവ് ആയിരുന്നു ജയലക്സാണ്ടർ, കർണാടക ചീഫ് സെക്രട്ടറി ജയലക്സാണ്ടർ, കർണാടക മുൻ DGP അബ്രഹാം വർഗീസ് ഒക്കെ എൻ്റെ റിലേറ്റീവ് ആയിരുന്നു. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഇപ്പൊ ഞങ്ങളുടെ കുടുംബം നോക്കുവാണെങ്കിൽ സർക്കാരിൽ ആരുമില്ല, സർക്കാർ സർവീസിൽ ആരുമില്ല. പക്ഷെ അമേരിക്കയിൽ ഒത്തിരി പേര് കാണും. ഉണ്ട്, അമേരിക്കയിലുണ്ട്, എല്ലാവരും ഉണ്ട്. കേരളത്തിലും സംഭവിച്ചു പോയതാണ്. കേരളത്തിലെ ഗവൺമെന്റ് സർവീസിൽ ക്രൈസ്തവരുടെ എണ്ണം ഇങ്ങനെ ചുരുങ്ങി വരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അവിടെ പോയി പിന്നെ ഡോണറ്റ് വിൽക്കുകയോ അല്ലെങ്കിൽ അമേരിക്കയിൽ പോകുന്നതിനെക്കാട്ടിലും ഇന്ത്യയിലെ സർവീസ് ഇൻഡസ്ട്രി, ഗവൺമെൻറ് സർവീസിൽ കയറിയാൽ, എൻ്റെ ചർച്ചയിൽ ഒരു ജഡ്ജുണ്ട്, ഏറ്റവും ഇളയ ജഡ്ജ്, കർണാടകയിലെ യങ്ങസ്റ്റ് ജഡ്ജ് എൻ്റെ ചർച്ചയിലാണ്. 2 ലക്ഷം രൂപയാണ് സാലറി. സാലറി മാത്രമല്ലോ, ഈ രാജ്യത്തെ സെർവ് ചെയ്യും. നമ്മൾ ജനിച്ച രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. അതുമല്ലാണ്ട് വേറെ എത്രയോ ഫെസിലിറ്റീസാ. എടാ വിളിച്ചു പറഞ്ഞ ട്രെയിൻ ടിക്കറ്റ്, പോകാൻ അങ്ങോട്ട് ഫ്ലൈറ്റ്, എല്ലാ കാര്യങ്ങളും. എത്ര വയസ്സുണ്ട് അവർക്ക്? 27 വയസ്സേ ഉള്ളൂ. 27ാമത്തെ വയസ്സിൽ ജഡ്ജായി. അതേപോലെ ഇത് ഏത് അമേരിക്ക കിട്ടും? നമ്മുടെ മൈസൂരിലെ നമുക്ക് വിശ്വാസികൾ സെമിട്രി ഇല്ല. ഒരു സെമിട്രി ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കിട്ടിയത് 1 ഏക്കർ സ്ഥലമാണ്. അത് തീർന്നു. ഇനിയൊരു ബോഡി വന്ന റോഡിലിടാനേ നമുക്കുള്ളൂ. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞങ്ങൾ സെമിട്രിക്ക് വേണ്ടി നടക്കുക. അവർ ചോദിക്കുന്നത് 15-16 ലക്ഷം രൂപ കൈക്കൂലി ചോദിക്കുന്നത്. അവിടെ നമ്മുടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ഒരു വിശ്വാസി, ക്രിസ്ത്യാനി ഉണ്ടായിരുന്നെങ്കിൽ ഈ പൈസ കൊടുത്ത് നമ്മുടെ കാര്യം നടക്കത്തില്ല. അപ്പം ഇതെല്ലാം കൂടെ ഇങ്ങനത്തെ കാര്യം ഉദ്ദേശിച്ചാണ് നമ്മൾ വിശ്വാസികളായിരിക്കുന്ന ഒരു കൂട്ടം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിന്ന് കഴിഞ്ഞാൽ, നമ്മളൊരു യൂണിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളെ സർക്കാർ കേൾക്കും. കർണാടകയിൽ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വിദേശത്ത് പോകാൻ 20 ലക്ഷം രൂപ സർക്കാർ കൊടുക്കും. പഠിച്ചു കഴിഞ്ഞ് കൊടുത്താൽ മതി. പലിശ 6% ഉള്ളൂ. കൃഷിക്കാർക്ക് 20 ലക്ഷം രൂപ ഇൻഡസ്ട്രിക്ക് ലോൺ കൊടുക്കും. ഈ മൈനോറിറ്റി കമ്മിറ്റി കൊടുക്കുന്നത് 6% പലിശയുള്ളൂ. ഗൾഫിൽ നമ്മൾ 6% പലിശയ്ക്ക് കൊണ്ടു ഇവിടെ വീട് കിട്ടുന്നത്. ആ സംഭവം ഇവിടെ കിട്ടും. ക്രിസ്ത്യാനികൾ കർണാടക കിട്ടുന്നുണ്ട്. പക്ഷേ കർണാടകയിൽ പറഞ്ഞത് നമുക്ക് നമികെ മാഹിതിയില്ല, ജാഗ്രതയില്ല. മാഹിതി എന്ന് വെച്ചാൽ അറിവ്, നമുക്ക് അറിവില്ല. ജാഗ്രത വെച്ചാൽ അവയർനെസ്, ഇത് രണ്ടുമില്ല. നമ്മുടെ അകത്ത് ഈ ഒരു മാഹിതി, ജാഗ്രത കൊണ്ടുവരാൻ വേണ്ടിയാണ് കർത്താവനാസൻ വിനോദ് ചാക്കടൂരിൽ ഇങ്ങനെ ഒരു ആലോചന വരികയും ഞങ്ങളത് എല്ലാ ദൈവാസനോട് സംസാരിക്കുകയും അങ്ങനെ സഭാ വ്യത്യാസമില്ലാതെ എല്ലാ സഭകളും ഒരുമിച്ച്. ഞാൻ അതിനിടയ്ക്ക് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ആശയം പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ പലരും ചേർന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി. കർണാടകയിലെ മറ്റ് സഭകളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഇതിനോട്? അവിടെ ഞങ്ങളോട് ഞങ്ങൾ ചോദിച്ച് പറഞ്ഞ ദിവാസന്മാർ എല്ലാവരും എസ് പറഞ്ഞതല്ലാതെ കുറേ സീനിയർ പാസ്റ്റർമാർ പറഞ്ഞ് ഞങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ ഓടാനും ബുദ്ധിമുട്ട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് പാസ്റ്റർമാരെ സെലക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ യൂണിയനുകൾ വന്നു, ഇതേപോലെ ഒത്തിരി സംഭവങ്ങൾ വന്നു ഒന്ന് കൂട്ടം കൂടി ചായ കുടിച്ചു പിരിഞ്ഞു. പിന്നീട് വിളിച്ചപ്പോൾ ആരും വരാനില്ല, പോകാനില്ല, സാമ്പത്തികമില്ല, അവർക്ക് അതിന് സമയം കിട്ടിയില്ല. മാത്രമല്ല ആയവർ അതാത് ജില്ലകളിൽ അല്ലെങ്കിൽ അതാത് താലൂക്കുകളിൽ ബാക്കിയായി. അത് വിശ്വാസികളുടെ ആൾക്കാരാണ്. പക്ഷെ ദൈവദാസന്മാരിങ്ങനെ നിന്നപ്പോഴാണ് ഇത് ശക്തിയായിട്ട് ഇത് മുന്നോട്ട് വരാൻ കാരണമായി. ഞങ്ങളുടെ ഈ ദൈവദാസന്മാരെല്ലാം കൂടെ ഈ ജനുവരി മാസം 18, 19, 20, 21 ദിവസങ്ങൾ ഞങ്ങൾ കേരളത്തിൽ ഒരിടത്താണ് ഒരുമിച്ച് കൂടാൻ തക്കണം താല്പര്യപ്പെടുന്നത്. ഞങ്ങളുടെ ദൈവദാസന്മാരുടെ ഈ ഒരു ഡിസ്ട്രിക്ട് ബിഷപ്പ് കൂട്ടായ്മ 31 ഡിസ്ട്രിക്ട്സിന്റെ ലീഡേഴ്സും ആലപ്പുഴ ഒരു ബോട്ട് ഹൗസിലാണ് ഞങ്ങൾ കൂടാൻ തീരുമാനിച്ചത്. അന്ന് പാസ്റ്ററും വന്ന ഞങ്ങളുടെ എങ്ങനെയാണ് കർണാടകയിലെ ഒരുമയെന്ന് കാണാൻ പറ്റും. അതേപോലെ കേരളത്തിൽ ഞങ്ങളെ കാണുന്ന ദൈവദാസന്മാരാണ്, നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. ഇതേപോലത്തെ ഒരു മനസ്സ് നമ്മുടെ പാസ്റ്റർ, ഞങ്ങളുടെ കാര്യം ഇങ്ങനെയാണ്. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നിങ്ങളുടെ ചർച്ചോ നിങ്ങളുടെ വിശ്വാസമോ അതൊന്നും ഞങ്ങൾ ചോദിക്കും. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഒരുമിച്ചിരിക്കാം. ഈ പറഞ്ഞ ഈ ഡയോസസിൻ്റെ അകത്ത് ഞങ്ങളുടെ കാര്യം, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് 2 കോൺസെപ്റ്റ്. ഒന്ന് യൂണിറ്റി, പിന്നെ സർവൻ ലീഡർഷിപ്പ്. ഇവിടെ ലീഡറാകാൻ വരുമല്ല, സർവ് ചെയ്യാൻ വരികയാണ്. ഇപ്പം ഞാൻ ഒരു ബാങ്കിലൊരു മാനേജറായിരുന്നു. ആ ജോലി വിട്ടാണ് കർത്താവിന് വിലയ്ക്ക് വേണ്ടി വന്നത്. എനിക്ക് മൈസൂരിൻ്റെ ഇതനുസരിച്ച് കിട്ടിയ സ്ഥലം ഞങ്ങളുടെ കർത്താവിന് തങ്കുബർ അനുവദിച്ചതാണ് മൈസൂർ എല്ലാ സഭകളും ഒരുമിച്ച് പോകണമെന്നുള്ള കോൺസെപ്റ്റ്. തങ്കുബർ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഒത്തിരി ദൈവദാസന്മാരെ
വിശ്വാസികൾ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടിയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു അപ്പോൾ അത് ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ സംഭവം എൻ്റെ ഉള്ളിൽ വന്നു. പാസ്റ്റർ കാര്യം പറഞ്ഞപ്പോഴും ആ കാര്യം പറഞ്ഞു. അപ്പം ഞങ്ങളവിടെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവദാസന്മാർ എന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു മോഡലായി നിൽക്കാം, ഒന്നിച്ച് നിൽക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അല്ല, മെയിൻ സ്ട്രീം ചർച്ചുകൾ ഇതിനോട് സഹകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. മെയിൻ സ്ട്രീം ചർച്ചുകളിലെ ദൈവദാസന്മാർ, അപ്പോൾ അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പല ചർച്ചുകളും സപ്പോർട്ടുണ്ട്. ഇൻഡിപെൻഡൻ്റിൽ നിൽക്കുന്ന ചർച്ചുകൾ നോക്കി ഒത്തിരി പേര് നമ്മുടെ പാസ്റ്റേഴ്സ് എല്ലാം മെയിൻ സ്ട്രീം ചർച്ചിലെ ആളുകളും ഉണ്ട്, പാസ്റ്റേഴ്സും ഉണ്ട്. പല AG ചർച്ചിൽ നിന്ന് പാസ്റ്റർമാരുണ്ട്, പല ചർച്ചകളിൽ നിന്ന് IPC ന്നുണ്ട്. അതുപോലെ അവിടെയുള്ള ഇൻഡിപെൻഡന്റ് വലിയ വലിയ ചർച്ചുകൾ അവിടെ ദൈവദാസന്മാരുണ്ട്, വലിയ ചർച്ചുകൾ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം മൈസൂരിൽ ഇപ്പം ഞാൻ അവിടെ ഉള്ളതിലൊക്കെ ഒരു മീഡിയം ഇതിലുള്ള ഒരു ദൈവദാസനാണ് പ്രായത്തിൽ. പക്ഷെ അവിടുത്തെ എല്ലാ കാര്യവും ഓടി നടക്കും കർത്താവ് എന്നെ അനുവദിച്ചിട്ടുണ്ട്, ഒരു സഹായം എനിക്ക് നൽകിയിട്ടുണ്ട്, ലാംഗ്വേജ് കാര്യമൊക്കെ. അപ്പോൾ അവിടുത്തെ മൂത്ത ദൈവദാസം എല്ലാം കൂടെയാണ് എൻ്റെ പേര് റെഫർ ചെയ്യുന്നത്. സുനിൽ ഞങ്ങളെ ബ്രദർ എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ സുനിൽ ബ്രദർ മുമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞാണ് വിനോദ് ഭാഷ കൂടെ കൂട്ടിച്ചേർക്കുകയും ഇത്രയും സക്സസ് ആയിട്ട് നമ്മളെല്ലാവരും അതാ ഡിസ്ട്രിക്റ്റിൽ പാസ്റ്റർമാരോട് കൂടി ചേർന്ന് സംസാരിച്ചിട്ട് നിങ്ങളിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവ് കാരണം നിങ്ങൾക്ക് വരണമെന്നില്ല, കാരണം നിങ്ങൾക്ക് ബിസി ആയിരിക്കും, ഓടി നടക്കാൻ കാര്യങ്ങൾ കാണും. നിങ്ങളിൽ നിന്ന് ഒരാൾ ആക്റ്റീവായിട്ടുള്ള ഒരാളെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ലീഡറായിട്ട് നിൽക്കത്തക്ക രീതിയിൽ ഒരാളാണ്. കാരണം ഇത് പലപ്പോഴും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരും, CM കാണാൻ പോകേണ്ടി വരും. ഇത് വെറും ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഇത് തീർക്കാൻ പറ്റത്തില്ല. ഇത് പല രീതിയിലുള്ള നമുക്ക് മീറ്റിങ്സുകൾ, DC മീറ്റിംഗ് ഒക്കെ കൂടേണ്ടി വരും. ഇപ്പോൾ ഈ പറഞ്ഞ വലിയ വലിയ മെയിൻ സ്ട്രീമിലെ പാസ്റ്റർമാർക്ക് വരാൻ പറഞ്ഞാൽ അവർക്ക് സമയം കാണത്തില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരാളെ നേതാവായിട്ട് ആ പുള്ളി ഇതിൻ്റെ പുറകെ വർക്ക് ചെയ്യട്ടെ. നമ്മൾ ഈവൻ പൊളിറ്റിക്കലായിട്ടും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉള്ള രീതിയിലുള്ളവർ ഇതിൻ്റെ അകത്ത് ചേർന്ന് കഴിഞ്ഞാൽ അപ്പം അത് ബോഡിക്കും ഹെൽപ്പാകും. ഇതിൻ്റെ അകത്ത് നേതാവ് കളിക്കാൻ നമുക്ക് നേരമില്ല. കാരണം നമ്മൾ 10-25 വർഷമായിട്ട് പ്രസംഗിച്ചിട്ടും അടുത്തതാ എല്ലാ സ്ഥാനവും മാനവും ഒക്കെ നമുക്ക് ഇനി വേണ്ട. അപ്പോൾ നമുക്ക് ഈ സ്ഥാനമാനത്തിന് വേണ്ടി നമുക്കിവിടെ ആരും നമുക്ക് നിൽക്കുന്നില്ല, ഇതിൻ്റെ അകത്ത് നിൽക്കുന്നില്ല. നമ്മുടെ സർവൻ ലീഡർഷിപ്പാണ്. കർത്താവ് എങ്ങനെയാണ് ഞങ്ങൾ ഓർഡൈൻ ചെയ്ത സമയത്ത് പാസ്റ്ററെ ആമോസ് സിംഗ് പാസ്റ്ററാണ് ഞങ്ങളെ ഓർഡൈൻ ചെയ്തത്. ആമോസ് സിംഗ് വന്നപ്പം ഏറ്റവും ആദ്യം അദ്ദേഹം ചെയ്തത് ഏറ്റവും ചെറിയൊരു ദൈവദാസൻ്റെ കാല് കഴുകി അത് മോഡലായിട്ട് കാണിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ ഓർഡൈൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു കോൺസെപ്റ്റാണ് ഞങ്ങൾ സേവിക്കുക എന്നുള്ളത്. സെർവിങ് ആണ്, ഒന്ന് സെർവിങ്, രണ്ട് യൂണിറ്റി. ഇതാണ് ഇതിൻ്റെ മെയിൻ പില്ലറ്. അപ്പം ഇതാണ് അവിടെ ഇത്രയും ഒരു മുന്നോട്ട് പോകാൻ തക്കോണം കാരണം. ഇതിൻ്റെ ഇടയ്ക്ക് അത് നമ്മുടെ ഇത് സ്വിച്ച് ഓൺ ആയ ദിവസം തന്നെ നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ പ്രസ് കോൺഫറൻസുകൾ ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ഡയസിസ് ആയിട്ടുണ്ടെന്നും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പത്രങ്ങളിൽ പറയുകയും ഞങ്ങൾക്ക് സെമിട്രി വേണം, ഗവൺമെൻറ്റിന് അവകാശം പറയും. ഇപ്പം ക്രിസ്ത്യൻ വെൽഫെയർ കോർപ്പറേഷൻ എന്നും പറഞ്ഞ് കർണാടകയിലുണ്ട്. അതിന് ഓഫീസില്ലായിരുന്നു. ഈ ഒരു 12 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് എവിടെ ഇരിക്കണമെന്ന് പോലും അറിയാം. അത് സർക്കാർ ലെവലിൽ ക്രിസ്ത്യൻ വെൽഫെയർ ഓഫീസ്. മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലാണ്ട് തന്നെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ മുസ്ലിം എല്ലാവരും ചേർന്ന് വരും. അതല്ലാണ്ട് ക്രിസ്ത്യന് തന്നെ ക്രിസ്ത്യൻ വെൽഫെയർ മുസ്ലിംസിനുണ്ട്, വഖഫും മുസ്ലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഉണ്ട്. അതേപോലെ ക്രിസ്ത്യൻസിന് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയ്തു. പക്ഷെ നമുക്ക് അതിന് ഓഫീസാകട്ടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിലും ലെറ്റർ കൊടുത്തു. ഞങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലമില്ല, ഞങ്ങൾക്ക് ഓഫീസ് വേണം. മിനിയാന്ന് ഉദ്ഘാടനമായി, ഇനോഗ്രേഷനായി. അപ്പം നമ്മൾ 31 ഡിസ്ട്രിക്റ്റിലും ഒരേ സമയത്ത് ഈ പറഞ്ഞ പ്രസ് കോൺഫറൻസ് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് നടക്കാൻ പോകുന്നത്. എല്ലാ പേപ്പറുകളിലും നമ്മുടെ ഇൻഫർമേഷൻ വരും, പ്രിന്റ് മീഡിയ. അതായത് അവിടെ 8 മാസമായിട്ട് ഇത് എല്ലാം സർക്കാർ നോമിനേറ്റ് ആൾക്കാർ. ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കണേ, ഈ 8-9 മെമ്പർമാരുണ്ട്, ഒറ്റ പെന്തക്കോസുകാരനില്ല. ഇല്ല, CSA ഉണ്ട്, മർത്തോമ ഉണ്ട്, കത്തോലിക്ക ഉണ്ട്, എല്ലാം ഉണ്ട്. പെന്തക്കോസ് എന്തുകൊണ്ട് നമ്മളില്ല? നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടോ ജ്ഞാനം ഇല്ലാഞ്ഞിട്ടാണ് ഇല്ല. പക്ഷെ ഞങ്ങൾ എന്ന് ഇങ്ങനെ പ്രസ് കോൺഫറൻസ് ചെയ്തോ 8 മാസം വരെ ഇവരുടെ സർക്കാർ നോമിനേറ്റ് ചെയ്ത ആൾക്കാരായതുകൊണ്ട് അവർ മിണ്ടിയില്ല, ചോദിച്ചില്ല, സ്ഥലം വേണം ചോദിച്ചില്ല. അവർ പദവി കിട്ടി, അവരെല്ലായിടത്തും സ്വീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രസ് കോൺഫറൻസ് ചെയ്ത് കാര്യം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ സർക്കാർ ക്രിസ്ത്യാനികൾ കാണിക്കുന്ന താരതമ്യം കർണാടക താരതമ്യം ഡിഫറൻഷിയേറ്റ് കാണിക്കുക നിങ്ങളെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അവഗണന. ദസറ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം 10-ാം പൊക്കം, ദസറ 8-ാം തീയതി ഞങ്ങൾ 10-ാം പൊക്കം
ഓഫീസ് ഓപ്പണായി, വെബ്സൈറ്റ് ഓപ്പണായി, ഈ സംവരണങ്ങൾ എന്തൊക്കെയാണോ ഫെസിലിറ്റികൾ എല്ലാം പബ്ലിഷായി. മാത്രമല്ല അവർ എല്ലാ മെയിൻ സ്ട്രീം സഭകളുടെയും ബിഷപ്പ്മാരുടെ കയ്യിൽ നിന്ന് ഇതിന് പരസ്യം കൊടുപ്പിച്ചു. ഓക്കെ. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ പല കാര്യം. ഒന്നാമത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഫെസിലിറ്റി നമ്മൾ സർക്കാരിൽ നിന്ന് മേടിക്കുന്നില്ല. സർക്കാർ ഫ്രീ ആയിട്ട് തരും. നമ്മൾ പ്രാർത്ഥിച്ചെല്ലാം വീണ് കിടക്കും, നമ്മൾ കണ്ണു തുറന്ന് നോക്കുന്നില്ല, എല്ലാം വീണ് കിടക്കുക. ഇത് പറക്കിയെടുക്കാൻ നമുക്കറിയത്തില്ല. അപ്പം എന്നാ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ആ ഒരു സ്ഥിതിയിലാണിത്. ഓക്കെ. കർണാടകയിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു, നല്ല കാര്യം. അത് കുറച്ചും കൂടെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് അവിടെയുള്ള ക്രൈസ്തവർക്ക് എല്ലാവർക്കും അത് പ്രയോജനമായി ഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ വലിയ അവഗണന ക്രൈസ്തവർ. നമുക്കിപ്പോൾ നോർത്തിൽ ഒറീസ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, ആന്ധ്ര, ഇത്രയും സ്ഥലത്ത് ഓൾറെഡി നിങ്ങളുടെ പ്രവർത്തനങ്ങളായിട്ട്. ഓക്കെ. അപ്പോൾ അതങ്ങനെ ഈ കേരളത്തെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രോജക്റ്റ് എന്തുവാ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ ഇത് കേരളത്തിൽ ഇതെങ്ങനെ ആപ്ലിക്കബിൾ ആകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം കേരളത്തിൽ നടത്താൻ പരിപാടിയുണ്ടോ? കേരളത്തിൽ പക്ഷേ നമുക്ക് മെയിൻ ലൈൻ ചേർച്ചസ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടിയിട്ട് അവരിതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അവരുടെ ചർച്ചയിൽ നിന്ന് ഒരാളെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് ഇതിനെ നമ്മളിതിനെ മെയിൻ ലൈൻ ചർച്ചസിലെ വലിയ വലിയ പാസ്റ്റേഴ്സിനെ കൗൺസിൽ ബോർഡ് എന്നൊരു സംഭവമുണ്ട്. ആ ബോർഡിലാണ് അവരെല്ലാം സംസാരിക്കുന്നുണ്ട്, അവർ ഐഡിയ കൊടുക്കുന്നത്, അവരെ പ്രാർത്ഥിക്കുന്നത്, അവരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ കമ്മിറ്റിയിലുള്ള 31 ബിഷപ്സ് ആയിരിക്കും. അവർക്ക് ബിഷപ്പ് ഹൗസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വെച്ചാൽ ഗവൺമെൻറ്റിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളതൊരു പവറായി മാറും. ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ ഒരു മനുഷ്യൻ പോലും വരത്തില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയ അടി കൊള്ളുക അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇനിയെങ്കിലും കേരളത്തിൽ അത് മനസ്സിലാക്കണം. കേരളത്തിലൊക്കെ ഒരാളെ അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം അത്രയ്ക്കും ക്രിസ്ത്യാനിറ്റി ഉള്ള ഈ ഇതിൻ്റെ അകത്ത് ഒരാളെ തല്ലുക, വഴക്ക് പിടിക്കുക. മിനിയാന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ നടത്താൻ പറ്റത്തില്ല, അടിക്കൂടാ. കേരളത്തിൽ ഇത്രയും പവറായിട്ടുള്ള സ്ഥലത്ത് അടിക്കണമെങ്കിൽ അത് എത്രമാത്രം ഇതായിരിക്കും, അധപ്പതനമായിരിക്കും. അത് നമ്മൾ ചെയ്തു കൊടുക്കരുത്. നമുക്കിപ്പം അറിയാവുന്ന ലീഡേഴ്സുകൾ, മിനിസ്റ്റേഴ്സുകളൊക്കെ വിശ്വാസികളായിട്ടുള്ളവരും ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവരുമായിട്ടൊക്കെ ഒന്ന് ഐക്യമായിട്ട് ഇരുന്ന് ഈ മൈനോറിറ്റി നമ്മുടെ പെന്തക്കോസ്റ്റ് ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐക്യമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു ചർച്ച തന്നെ ചെയ്യണം. ഇത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ചർച്ച ചെയ്ത് പലരെയും കൂടെ കൂട്ടി അയച്ച് എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് എങ്ങനെ നമുക്ക് ഒരുമിക്കാം, ഒരു പദവിയുടെ ആഗ്രഹമില്ലാതെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ അടുത്ത ഒരു ജനറേഷന് വേണ്ടി നമുക്കിതെങ്ങനെ ചെയ്യാം, എങ്ങനെ കൊണ്ടുപോകാം, ഇവിടുത്തെ ദൈവദാസന്മാർ തമ്മിൽ തീരുമാനിക്കണം എന്ന് ആഗ്രഹിച്ചാണ് ആക്ച്വലി പാസ്റ്ററോട് ഈ ഒരു അവസരം ലഭിച്ചപ്പം ഞങ്ങൾ ദൈവദാസന്മാർ ഈ മീഡിയ ത്രൂ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ ഒരു സാഹചര്യം ബിഷപ്പ് എന്ന പേര് വിളിക്കാൻ ബുദ്ധിമുട്ടാണ്, വിളിക്കണ്ട, വേറെ പേര് കൊടുത്തോന്നേ. ക്ലർജി എന്നോ പാസ്റ്റർ എന്നോ ഡീക്കൺ എന്നോ എന്ത് പേരെ ഇഷ്ടം പോലെ പേരുണ്ടല്ലോ, കൊടുത്തോണ്ട് നമുക്ക് ചെയ്യാം. ഇപ്പം ബിഷപ്പ് എന്ന് പറഞ്ഞ ഉടനെ അവർക്ക് വിഷമമാണെങ്കിൽ വേണ്ട, പ്രസിഡന്റ്, സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് തന്നെ വെക്കാൻ നമുക്ക് വെച്ചുകൊണ്ട് ചെയ്യാം. പക്ഷേ ഇവരുടെ ഈ ഗ്രൂപ്പിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഈ പറഞ്ഞ ഇവിടുത്തെ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ. കാരണം ഗവൺമെൻറ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്, അത് നമ്മൾ അറിയാതെ ചുമ്മാ പോവുകയാണ്. പക്ഷേ മെയിൻ സ്ട്രീം എക്യൂമെനിക്കൽ ചർച്ചസ് അത് മേടിക്കുന്നുണ്ട്. അവർക്ക് ഫണ്ട് വരേണ്ടത് കറക്റ്റായിട്ട് അവരുടെ പോക്കറ്റിൽ ഫണ്ട് പോകുന്നുണ്ട്. അതൊരു പക്ഷേ സ്കൂളായിട്ടാകാം, ഹോസ്പിറ്റലായിട്ടാകാം, അല്ലെങ്കിൽ എയ്ഡഡ് സാലറി ആയിട്ടാകാം, നമുക്കിവിടെ വരുന്നുണ്ട്. അല്ല, നമുക്ക് അങ്ങനത്തെ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചോദിക്കാനും അറിവുമില്ല, നമ്മൾ അങ്ങനെ ചോദിക്കുന്നുമില്ല. പിന്നെ നേരത്തെ ഒരു 10 വർഷം മുമ്പ് വരെയൊക്കെ എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയൊരു സമൂഹമായിട്ടാണ് നമ്മളെ തന്നെ കണ്ടിരുന്നത്, വളരെ ചെറിയ സമൂഹമായിട്ടാണ്. പക്ഷേ ഇപ്പോഴാണ് ഇത് ഇത്ര വാസ്റ്റായിട്ട് നമുക്കൊരു പിന്നെ അംഗസംഖ്യയിലുണ്ടായ വർധനവ്, അതിനെക്കുറിച്ച് നമ്മൾ തന്നെ തിരിച്ചറിയുന്നതും ഒക്കെ ഇപ്പോഴാണ്. വരുന്ന വർഷങ്ങളിൽ നമ്മുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് മിനിമം 3 to 4 MLAs ഉണ്ടാകത്തക്ക രീതിയിൽ വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും ചർച്ച ഓപ്പൺ ആകണം. അതിന് പൊളിറ്റിക്കലി താല്പര്യമുള്ളവർ വർക്ക് ചെയ്യട്ടെ. എന്തോ ഇത് ജനത്തെ സേവിക്കുകയാണ്, വേറെ ഒന്നുമല്ലല്ലോ അവിടെ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആ 2 കോടി രൂപയിൽ ഒരു 1.5 കോടി ആ റോഡിൽ വീണ് കിടന്നാലേ അതെ റോഡ് നിലനിൽക്കുമല്ലോ. അപ്പോൾ 1.5 കോടി ഇടാനുള്ള മനസ്സുള്ളടത്ത് വരണ്ടേ ഭരണത്തിലെ.
തീർച്ചയായിട്ടും അഴിമതി എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ വ്യാപകമായിട്ടുള്ളിടത്ത് അഴിമതി ചെയ്യാത്ത ഒരു 10 പേരെങ്കിലും ഒരു സംസ്ഥാനത്ത് MLA-മാരായിട്ട് വരിക എന്നൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭയങ്കര change അല്ലെങ്കിൽ ആ അധികാര സ്ഥാനങ്ങളിൽ വരിക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ഈ മൂവ് ആ നിലയിൽ കർണാടകയിൽ മാത്രമല്ല കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ സജീവമായിട്ട് കൂടുതൽ ആളുകൾ ഇതുമായിട്ട് ചേർന്ന് വരട്ടെ. ആളുകളുമായിട്ട് നിങ്ങൾ അത് ആ കാര്യം ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കാം. എനിവേ, ഡോക്ടർ വിനോദും റവറൻഡ് സുനിലും നമ്മളോട് സംസാരിച്ചത് നമുക്കല്പം സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. കേരളത്തിലെ സാഹചര്യത്തിൽ പെന്തക്കോസ്ത് സഭകൾ ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഒരേ വിശ്വാസമാണ്, ബൈബിൾ ഒന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. നമുക്ക് അടിസ്ഥാനപരമായി ഉപദേശപരമായി വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ തന്നെ പല ബാനറുകളിൽ നിൽക്കുന്നു, പല പ്രസ്ഥാനങ്ങളായി നിൽക്കുന്നു. എല്ലാവരും അവരിൽ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നടത്തുവാൻ പ്രാപ്തരായിട്ടുണ്ട്. നല്ല ലീഡേഴ്സ് എല്ലാ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ ഒന്നിച്ചു നിൽക്കുവാനും രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ നമുക്ക് ചെലുത്തുവാൻ പറ്റുന്ന സ്വാധീനങ്ങൾ ചെലുത്തുവാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ വിശ്വാസികൾ ചേർന്നുള്ള PCI പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ തന്നെ കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനവുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഞങ്ങൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഈ സ്ക്രീനിൽ നൽകുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ അവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ സാധിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിലും ശക്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. Thank you so much. Thank you. Pastor. Thank you.